നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒരു പെൺകുട്ടി മരിച്ചാൽ ചോദിക്കാൻ 1000 പേരുള്ള ഈ ലോകത്ത് ഒരാൺകുട്ടി മരിച്ചിട്ട് ഒരാൾ പോലും ചോദിക്കുവാനോ ഒരു പുരുഷ സംഘടന പോലും നിയമസാധുതയ്ക്ക് ഇറങ്ങി തിരിക്കുവാനോ ഇല്ല എന്നതും അത്യധികം നാണക്കേടുണ്ടാക്കുന്നു. നെയ്യാറ്റിൻകര വഴുത്തൂർ സ്വദേശിയായ മിഥു മോഹൻ മരണപ്പെട്ട വിവരം വല്ലാത്ത ഹൃദയവേദനയോടെയാണ് കേരളം കേട്ടത്. അത് ഒരു ആത്മഹത്യ ആയിരുന്നു എന്നത് അവന്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അവിശ്വസനീയമായിരുന്നു. ധർവച്ചപുരം VTM കോളേജിന്റെ തന്നെ താരമായിരുന്നു മിഥു. ഈ പ്രായത്തിനുള്ളിൽ തന്നെ കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അവൻ യൂണിവേഴ്സിറ്റി താരം കൂടിയായിരുന്നു. ബോൾ ബാഡ്മിന്റണിലും ആർച്ചറിയിലും നാഷണൽസ് വരെ കളിച്ചിട്ടുണ്ട് മിഥുൻ. ഒട്ടേറെ പേരെ കായിക മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട്. അവരെ കൊണ്ടുവരിക മാത്രമല്ല അവൻ ചെയ്തത്, അവർക്ക് വേണ്ട പരിശീലനങ്ങൾക്കും കിറ്റിനും മറ്റും സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്ത് ചെലവാക്കിയും അവൻ കൂടെ നിന്നിരുന്നു. അർഹരായ പ്രതിഭകൾക്ക് അവസരം നിഷേധിക്കപ്പെടരുത് എന്നതായിരുന്നു അവന്റെ പോളിസി. കോളേജ് യൂണിറ്റ് സെക്രട്ടറിയും യൂണിയന്റെ PG റെപ്പുമായിരുന്നു അവൻ. എല്ലാവരുടെയും കണ്ണിൽ ചിരിച്ചു കളിച്ചു നടന്നിരുന്നവരായിരുന്നുവെങ്കിലും അവന്റെ ഉള്ളിലും ഒരു നെരിപ്പോട് എരിയുകയായിരുന്നു. തനിക്ക് നേരിട്ട ആ വലിയ ചതി അവൻ അധികം ആരോടും പറഞ്ഞിരുന്നില്ല. അവന്റെ ആത്മഹത്യക്കുറിപ്പിലൂടെയാണ് പുറം ലോകം അതറിഞ്ഞത്. അക്ഷര എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന അവൻ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ടതോടെ വിഷാദാവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഘാതു എന്നവൻ വിളിക്കുന്ന അവന്റെ പ്രണയിനി നീ പോയി മരിക്കേ എന്ന ആക്രോശം അവൻ എന്തിന് അനുസരിച്ചു എന്നത് വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മനസ്സിലാകുന്നില്ല. 5 വർഷം നീണ്ടു നിന്ന പ്രണയമായിരുന്നു ഇരുവരും തമ്മിൽ. ഇരുവീട്ടുകാരും കല്യാണം വരെ പറഞ്ഞുറപ്പിച്ചു. മാലയും ലാപ്ടോപ്പും ഫെൻസിംഗ് കിറ്റും ഐഫോണും എന്ന് വേണ്ട അവൾ ചോദിച്ചതൊക്കെയും അവൻ വാങ്ങി നൽകി. വിവാഹ വാഗ്ദാനം നൽകിയവൾ 3 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയിരുന്നു. പെൺകുട്ടിയുടെ മാതാവിനും ഇതെല്ലാം അറിയാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1 മാസമായി അവൾ അവനോട് സംസാരിക്കുവാനോ കാണുവാനോ തയ്യാറായില്ല. നിനക്ക് പോയി ചത്തൂടെ എന്ന കാമുകിയുടെ വാക്കും നീ ചത്താൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന അവളുടെ അമ്മയുടെ വാക്കും കൂടി കേട്ട മിഥു ഒരിക്കലും തിരുത്താനാകാത്ത അവന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം തീരുമാനം സ്വീകരിക്കുകയായിരുന്നു. അവന്റെ ആത്മഹത്യക്കുറിപ്പും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. മിഥുവിന്റെ സ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ കഥ എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. കേരളം മുഴുവൻ ഈ വിഷയം അന്തിച്ചർച്ച ചെയ്തേനെ. ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറില്ല. കാരണം ഒരുത്തനെ വിഷം കൊടുത്ത് കൊന്നിട്ട് ജാമ്യം എടുത്ത് നടക്കണ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിയമം പെൺകുട്ടികൾക്കൊപ്പം നിന്നാൽ ഈ ആൺകുട്ടികൾ എന്തു ചെയ്യും? ശിക്ഷിക്കപ്പെടേണ്ടത് ആണോ പെണ്ണോ എന്ന് നോക്കിയാകരുത്. കുറ്റം ചെയ്തവരാരോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന സ്ഥിതി വരണം. നിയമസംരക്ഷണം ഇന്ത്യൻ പൗരന്മാർക്ക് ഉള്ളതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പെൺകുട്ടികൾക്ക് മാത്രം ഉള്ളതാണെന്ന് ഒരു ഭരണഘടനയിലും പറഞ്ഞിട്ടില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.